വയ്യേ അമ്മായെ നനയ്ക്കാത്ത തുണിയുണ്ട് താ അമ്മായെ നനയ്ക്കാത്ത കൂർത്തുണിതാ. എന്തൊരു തരണം അമ്മ. ഏതേലും റിയാലിറ്റി ഷോയിൽ പോയിട്ട് സെലക്ഷൻ കിട്ടാത്ത കുട്ടി വല്ലതും ആണോ നീ? അല്ലാണ്ട് അങ്ങ് പാടുന്നു. അല്ലമ്മ, ഞാൻ അങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുവാ അമ്മച്ചി. ആന്ധ്രാപ്രദേശിലോ? എന്താ അമ്മ, ഞങ്ങളുടെ വീടും പുരയുടെ ഒക്കെ വെള്ളം കേറി എല്ലാം ഒളിച്ചു പോയമ്മച്ചേ. ഒളിച്ചു പോയി, വീടെല്ലാം ഒളിച്ചു പോയി. ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നവരെ ഈ ലൂവും കൂവും മായും കൂയും ഒക്കെ ചേർത്തിട്ടല്ലേ പറയുന്നത്? കേരളത്തിൽ നിന്നിപ്പോ ഞാൻ ലൂ എടുത്ത് കളഞ്ഞു. ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം ഞാൻ ടിവിയിൽ കണ്ടല്ലോ. ആന്ധ്രാപ്രദേശിൽ അങ്ങനെ വെള്ളമില്ല. ടിവിക്കകത്ത് വെള്ളം ഒഴിച്ച് കാണിക്കാൻ പറ്റുമോ അമ്മച്ചി? അതല്ല, ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ അധികം വെള്ളമില്ല എന്നാ അറിഞ്ഞിട്ടുള്ളത്. ഈ തള്ള പൊക്കുവന്നല്ലോ. അവിടെ ഞങ്ങളുടെ അവിടെ പിന്നെ വലിയൊരു പാറമട ഉണ്ടായിരുന്നു. അത് പൊട്ടി തെറിച്ച വീടിന്റെ പുറത്ത് വീണല്ലോ. അവിടെ പാറയില്ല, അവിടെ പാറയില്ല. ഇവരെന്താ അവിടെ മീറ്റിലടിക്കാൻ അങ്ങോട്ട് വന്നായിരുന്നു. അവിടെ പാറയില്ലെന്ന് പറഞ്ഞാ നീ പിച്ചക്കാരനാന്ന് പറഞ്ഞിട്ട് നീ ഭയങ്കര ഭാഷണല്ലോ. ഭാഷനല്ല, എന്റെ അവസ്ഥ ഏത് വിശന്നിട്ട് ഞാൻ കടിച്ചു പറിച്ചു തിന്നാ അമ്മച്ചി. എന്റെ പേരോ? എന്റെ പേര് രാമരാജ റാവു. എന്റെ പേര് രാജരാജ ചോള റാവു. വ്യക്തമായിട്ട് പറ. രാവരാജ റാവു. രാജരാജ ചാളു. ഓഹ് റാവു. ഇവരിപ്പോ ഞാൻ പറഞ്ഞു ചാവുമല്ലോ ഇവിടെ. പേരാവട്ടെ, എനിക്കത് അങ്ങോട്ട് കിട്ടിയില്ല. നിനക്ക് ആരുമില്ലേ? നിനക്ക് ആരുമില്ല അമ്മച്ചി, ആരുമില്ല. കാവേരി നദിയുടെ തീരത്തായിരുന്നു എന്റെ വീട്. കാവേരിയുടെ നദിയുടെ തീരത്തോ? അവിടെ കാര്യമായാലും വീട് നോക്കിയത് എന്തോരം പാടാണ് അത്. അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുളിച്ചും കാണാൻ. നദിയിൽ വെള്ളപ്പൊക്കം വന്നപ്പോ എന്റെ വീട് അച്ഛനൊരു ഈച്ച കുത്തിയതിന്റെ പേരിൽ എവിടെയോ പോയി. എന്തോ ഈ കുഞ്ഞു പറയുന്നത്? ഈച്ച കുത്തിയതിന്റെ പേരിൽ ആരെങ്കിലും പോവോ? എന്റെ അച്ഛന് മുളക് കൃഷിയായിരുന്നേ. അങ്ങനെ വിളഞ്ഞിരിക്കുന്ന മുളക് അച്ഛന് ഞാൻ കുനിഞ്ഞു നിന്ന് പറിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ ഈച്ച കുത്തി. അച്ഛന് ഈച്ച എന്ന് തടവി പൊഹഞ്ഞിട്ട് അച്ഛൻ ഒരു ഒറ്റ ഓട്ടമായിരുന്നു. മുളക് വല്ലയോ. അച്ഛൻ ഇപ്പൊ ഹിമാചൽ പ്രദേശിലുണ്ട്. അവിടെ കൃഷിയാണോ? അല്ല, അവിടെ മഞ്ഞിനകത്തിരുന്ന് നിരങ്ങുക ഞങ്ങളുടെ അച്ഛൻ. എന്തോ മുളകാണ് മുളകായിരുന്നു അമ്മച്ചി. എന്തോ അമ്മച്ചി. ഇപ്പൊ തന്നെ സത്യം പറഞ്ഞ എന്റെ തറവാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സറിഞ്ഞും കൈ എറിഞ്ഞും സഹായിക്കും. ഞാൻ മൊത്തം ഞാൻ ആദ്യേ നീ ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ ഒരു കുപ്പായ നീ അങ്ങോട്ട് ഇട്ടേ. അടിപൊളി സാധനം. ഞാൻ കളയാൻ വെച്ചിരുന്നു, എന്നാലും നീ ഇട്ടോ. ഞാൻ ഇങ്ങനത്തെ സാധനം ഇടത്തില്ല അമ്മച്ചി. ഈ കൂറയൊക്കെ ഇടത്തുള്ള എന്റെ ഫിഗറായിപ്പോ അതുകൊണ്ട് ഞാൻ കഴിക്കാതെ. ഞാൻ നോക്കട്ടെ എന്തേലും ഇവിടെ ഉണ്ടോ നോക്കട്ടെ. നിങ്ങളപ്പോ ഇവിടുത്തെ അല്ലയോ? അല്ല, ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നീ അവിടെ ഇരിക്കേ. ആ പാട്ട് പാടണ്ട കേട്ടോ, മേരി വരിക്കും. മുത്തച്ഛേ, ഞാൻ പറഞ്ഞല്ലേ ചേച്ചി ഇവിടെ ഒന്ന് പോയിട്ട് വരട്ടെ. ആരാ കഴിക്കാൻ വന്നത്? മുത്തശ്ശി കല്യാണം കഴിപ്പിക്കാൻ ആളെ കൊണ്ട് വന്ന. എവിടെന്നാ വരുന്നേ? ആന്ധ്രന്ന് വരുവാ. ആന്ധ്രന്ന് വരാൻ അരിയാന്നോ? അതല്ല, എന്റെ പേര് രാജരാജ റാവു. എങ്ങനെ? എന്റെ പേര് രാജരാജ ചോള റാവു. എപ്പോഴേ നിങ്ങൾ അമ്മച്ചി എന്നെ കൊല്ലാൻ നോക്കിയത് ഞാൻ പറയത്തില്ല. പിന്നെ എന്തോ വിളിക്കട്ടെ? എന്നെ റാവു എന്ന് വിളിച്ചാൽ എന്താ പേര്? എന്നെ എല്ലാവരും ഉണ്ണിമായ എന്നെ വിളിക്കുന്നേ. ഏട്ട എന്നെ ഉണ്ണിന്ന് വിളിച്ചാ മതി. റാമിട്ട റാം. എന്ത് റാം? റാം നീ റാം നീ റാം നീ ഉണ്ണി ഉണ്ണി റാം ഉണ്ണി റാം. ഇഷ്ടായോ? ഇതിന് ഇഷ്ടായോ? ഇഷ്ടായി. നല്ല നല്ല സാധനം. അത് കൊള്ളാം. ഏകദേശം നല്ലതാ. എന്നെ ഇഷ്ടായോന്ന്? വീട്ടിലാരൊക്കെ ഉണ്ട്? ആരും ഇല്ല എന്റെ വീട്ടിൽ. രക്ഷപ്പെട്ടു. എന്നെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു.